സുഹൃത്തുക്കളെ, തായ്ലാൻഡിലെ ബാങ്കോക്ക് എയർപോർട്ടിൽ ചെന്നപ്പോഴാണ് ഈ ഒരു ഷോപ്പ് കണ്ടത്. 7-Eleven. സംഭവം അന്വേഷിച്ചപ്പോൾ 15,000 മുകളിൽ ഷോപ്പുകൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്, തായ്ലാൻഡ് മെമ്പാടും. എന്നാൽ പിന്നെ ഈ ഒരു ഷോപ്പിനകത്തേക്ക് ഒന്ന് കയറി കളയാൻ കരുതി. അപ്പൊ എന്തായാലും ഈ ഒരു ഷോപ്പിലോട്ട് നമ്മൾ കയറുന്നില്ല കേട്ടാ. ഹോട്ടലിനടുത്തുള്ള ഷോപ്പിലേക്കാണ് നമ്മൾ നേരെ പോയത്. റീസണബിൾ റേറ്റിന് എല്ലാവിധ ഫുഡും ഡ്രിങ്ക്സ് ഒക്കെ അവൈലബിൾ ആകും എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഒന്ന് അകത്തേക്ക് പോയി നോക്കാം. പിന്നെ ഞാൻ വിചാരിച്ചേ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഡിന്നർ ഇവിടെ തന്നെ ആകാന്ന് കരുതി. എന്തായാലും അകത്തിരുന്ന് കഴിക്കാനുള്ള സ്ഥലമൊന്നുമില്ല കേട്ടാ. നേരെ അകത്തേക്ക് തന്നെ ചെന്നപ്പോഴത്തേടാ എല്ലാം നല്ല വൃത്തിയായിട്ട് അടുക്കും ചിട്ടോടുകൂടി അടുക്കി വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ. എല്ലാവിധ ഫുഡ് ഐറ്റംസും ഉണ്ട്. ബിയറും ലിക്കറും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. 10 ബാത്തിന് കുടിക്കാൻ പറ്റിയ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അത് നമ്മുടെ നാട്ടിൽ 25-24 രൂപ. അതുപോലെ തന്നെ 15 ബാത്തിന്റെ ഒക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ ഏകദേശം 37 രൂപ. അങ്ങനെ ഞാൻ ഡിന്നറിന് വേണ്ടിയിട്ട് ഒരു ഫുഡിന്റെ ബോക്സ് ചൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് റെഡ് കാർഗോ റൈസ് വിത്ത് സ്റ്റർ ഫ്രൈഡ് ബേസിൽ ചിക്കൻ. അപ്പൊ ഇതിന് വില വരുന്നത് 59 തായ് ബാത്ത് ഇട്ട, അതായത് നമ്മുടെ നാട്ടിലെ 144 രൂപ. പിന്നെ നമ്മുടെ സുഹൃത്ത് തിരഞ്ഞെടുത്തിരിക്കുന്നത് 55 തായ് ബാത്ത് ഇട്ട, അതായത് ഇവിടുത്തെ ഒരു 135 രൂപ. മക്രോണി വിത്ത് ചിക്കൻ. പിന്നെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയില്ല. അപ്പൊ എന്തായാലും റൂമിൽ പോയിട്ട് വേണം ഇത് കഴിക്കാൻ. പിന്നെ ഇതേ ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ 20, 25, 30 തായ് ബാത്തിനൊക്കെ നല്ല നല്ല നമുക്ക് കഴിക്കാൻ പറ്റിയ വിശപ്പടക്കാൻ പറ്റിയ വസ്തുക്കളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പൊ തായ്ലാൻഡിലോട്ട് ടൂർ വന്നവർ എല്ലാം കൂടി കെട്ടിപ്പറക്കി കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നമ്മുടെ റീസണബിൾ റേറ്റിൽ നാട്ടിലെ വിലയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രക്കൊക്കെ ഉള്ളൂ. അതുപോലെ ഒരു പണി കിട്ടി സുഹൃത്തുക്കളെ. വന്നപ്പോൾ ഏത് പാലം കയറി വന്നെന്ന് ഓർമ്മയില്ല. തലങ്ങും വിലങ്ങും ഫ്ലൈ ഓവർ 5-8 ഉണ്ട്. നമ്മുടെ മൈറ്റിലേയും കൊണ്ടുവന്നവരിലൊക്കെ ഓരോന്നല്ലേ ഉള്ളൂ. അപ്പൊ ആകെ ഒരു കൺഫ്യൂഷനായി. പിന്നെ നമ്മുടെ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോഴും ഒരു 300 തായ് ബാത്തിന് ഒരു സിം കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊബൈൽ ഉപയോഗിച്ച് ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ നേരെ ഹോട്ടലിലേക്ക് കടന്നു. അതുപോലെ ആനയാണ് ട്ടാ തായ്ലാൻഡിന്റെ ഔദ്യോഗിക ദേശീയ മൃഗം. അപ്പോൾ അതെ നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടലിന്റെ മുമ്പിൽ ആന നല്ല രീതിയിൽ ചിത്രപ്പണി ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലേ. നല്ല രീതിയിൽ അവരെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല സെറ്റപ്പായിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ഉണ്ട്, ചെറിയൊരു ഇൻഫർമേഷൻ. ഓക്കെ, താങ്ക് യു, ബൈ.